നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഒഡേപക് മുഖേന ജപ്പാനിൽ 250 കെയർ ഗിവർ തസ്തികകളിലേക്ക് ഒഴിവുകളുണ്ട്. സ്ത്രീകൾക്കാണ് മുൻഗണനയുള്ളത്. 75 ടെക്നീഷ്യൻ തസ്തികയിലേക്കും ഒഴിവുകളുണ്ട്. ഇതിൽ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ജപ്പാൻ ഭാഷയിൽ ട്രെയിനിംഗ് കോഴ്സ് ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം അപേക്ഷകർ. തസ്തിക, യോഗ്യത, പ്രായം എന്നിവയെക്കുറിച്ച് വിശദവിവരങ്ങൾ ഇങ്ങനെ: കെയർ ഗിവർ, ANM അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് എന്നിവ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാവുന്നത്. 20 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 92,000 രൂപയാണ് ശമ്പളമായി നൽകുന്നത്. SSW അനുബന്ധ പരീക്ഷകൾ വിജയിക്കാൻ 9 മാസം അനുവദിക്കും. ഓട്ടോമോട്ടീവ് ടെക്നീഷ്യന്റെ ഒഴിവുകളുണ്ട്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഇന്ത്യയിലോ ആഗോളതലത്തിലോ ഉള്ള അംഗീകൃത കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഓട്ടോമൊബൈൽ മെയിൻ്റനൻസിൽ ബിരുദമുള്ളവർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കെല്ലാം മുൻഗണനയുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രിസിഷൻ മെഷീനറി, കൺസ്ട്രക്ഷൻ മെഷീനറി, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്, ഓട്ടോമോട്ടീവ് മെയിൻ്റനൻസ് എന്നിവയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം 2 ലക്ഷം ജാപ്പനീസ് യെൻ ആണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ വിഭാഗത്തിൽ 25 തൊഴിലാളികളെയാണ് റിക്രൂട്ട്മെന്റിലൂടെ നിയമിക്കുന്നത്. യോഗ്യത: ഇന്ത്യയിലോ ആഗോളതലത്തിലോ ഉള്ള അംഗീകൃത കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഓട്ടോമൊബൈൽ മെയിൻ്റനൻസിൽ ബിരുദം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരിക്കണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രിസിഷൻ മെഷീനറി, കൺസ്ട്രക്ഷൻ മെഷീനറി, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്, ഓട്ടോമോട്ടീവ് മെയിൻ്റനൻസ് എന്നിവയിൽ നിന്ന് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓട്ടോമോട്ടീവ് രംഗത്ത് പ്രവർത്തിച്ചവർക്കാണ് മുൻഗണനയുള്ളത്. ശമ്പളം 2,05,000 ജാപ്പനീസ് യെൻ ആയിരിക്കും. സെമി കണ്ടക്ടർ എഞ്ചിനീയർ, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം 1,15,000 രൂപയായിരിക്കും. നവംബർ 25 മുമ്പാണ് അപേക്ഷിക്കേണ്ടത്. ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തിപരിചയ സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ടിന്റെ കോപ്പി എന്നിവയെല്ലാം സഹിതം അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ടത് Gmail ID-യിലേക്കാണ്. japan@odepak.in എന്നുള്ളതാണ് Gmail ID. ഈ മെയിൽ ID-യിലേക്കാണ് നിങ്ങൾ അപേക്ഷകൾ അയക്കേണ്ടത്. അപേക്ഷയുടെ ഒപ്പം തന്നെ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തിപരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം തന്നെ വെക്കേണ്ടതാണ്. ഒപ്പം പാസ്പോർട്ടിന്റെ കോപ്പിയും ഹാജരാക്കണം. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.